ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ ചിദംബരം നടരാജ ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ചിദംബരം എന്ന വാക്കിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചിത്ത്, അമ്പരം എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് ചിദംബരം എന്ന പദമുണ്ടായത്. ചിത്ത് എന്നാൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നും അമ്പരം എന്നാൽ ആകാശം എന്നുമാണ് അർത്ഥമാക്കുന്നത്. പഞ്ചഭൂത സ്ഥലങ്ങളിൽ ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രമാണ് തില്ലൈ നടരാജർ കോവിൽ എന്നും അറിയപ്പെടുന്ന ചിദംബരത്തെ നടരാജ ക്ഷേത്രം. മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങൾ പോലെ 9 കലശങ്ങൾ, പഞ്ചാക്ഷരിയെ സൂചിപ്പിക്കുന്ന 5 പടികൾ, ശൂന്യതയെ ആരാധിക്കുന്ന ചിദംബര രഹസ്യം, അങ്ങനെ നീണ്ടുപോകുന്നു ചിദംബരത്തെ വിശേഷങ്ങൾ. ചിത്തിനെ അമ്പരമാക്കുന്ന ചിദംബരനാഥനെ അറിയാൻ, ചിദംബര രഹസ്യത്തിന്റെ അർത്ഥമറിയാൻ ഒരു ശ്രമം, അതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണമാണ് ചിദംബരം. ഇവിടെയാണ് പ്രശസ്തമായ ചിദംബരം നടരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ച ചരാചരങ്ങളെ സൃഷ്ടിസ്ഥിതി സംഹാര ഭാവത്തിൽ നിലനിർത്തിക്കൊണ്ട് സർവേശ്വരനായ നടരാജ ഭഗവാൻ ഇവിടെ ആനന്ദ നടനം ആടിക്കൊണ്ടിരിക്കുന്നതായാണ് സങ്കല്പം. ഭഗവാന്റെ നൃത്തത്തിൽ ഈ പ്രപഞ്ച താളം അടങ്ങിയിരിക്കുന്നതായി കരുതുന്നു. നടരാജമൂർത്തിയുടെ ഈ ആനന്ദ താണ്ഡവത്തെ പാശ്ചാത്യ ശാസ്ത്രജ്ഞർ കോസ്മിക് ഡാൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പഞ്ചഭൂത സ്ഥലങ്ങളിൽ ആകാശത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ് ചിദംബരം. അളവുകൾക്കതീതമാണ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളായ ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം ഇവയെല്ലാം അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. മനുഷ്യന്റെ അകത്തും പുറത്തും അടങ്ങിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയെല്ലാം അടക്കി വാണുകൊണ്ട് പ്രപഞ്ച താളത്തെ നിലനിർത്തിക്കൊണ്ട് ചിദംബരനാഥനായി ഭഗവാൻ ശിവൻ ഇവിടെ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രമാണ് ചിദംബരം നടരാജ ക്ഷേത്രം. പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനെയും പ്രതിനിധാനം ചെയ്യുന്ന 5 ക്ഷേത്രങ്ങളുണ്ട്. ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നത് കാഞ്ചീപുരത്തെ ഏകാംബരേശ്വരർ ക്ഷേത്രം, അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്നത് തിരുവണ്ണാമലയിലെ അരുണാചലേശ്വരർ ക്ഷേത്രം, ജലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് തിരുവാണേക്കാവലിലെ ജംബുകേശ്വരർ ക്ഷേത്രം, വായുവിനെ പ്രതിനിധീകരിക്കുന്നത് കാളഹസ്തീശ്വരർ ക്ഷേത്രം. ഇതിൽ കാളഹസ്തീശ്വര ക്ഷേത്രം മാത്രം ആന്ധ്രാപ്രദേശിലും മറ്റു 4 ക്ഷേത്രങ്ങളും തമിഴ്നാട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കാളഹസ്തീശ്വര ക്ഷേത്രത്തെക്കുറിച്ചും ഏകാംബരേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും അരുണാചലേശ്വര ക്ഷേത്രത്തെക്കുറിച്ചുമുള്ള വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചിദംബരം നടരാജ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം പണ്ടുകാലത്ത് തില്ലൈ മരങ്ങൾ ഇടതൂർന്ന് വളർന്നിരുന്ന ഒരു വനപ്രദേശമായിരുന്നുവത്രേ. കണ്ടൽ മരങ്ങളാണ് തില്ലൈ വനങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. അതിനാൽ ഈ സ്ഥലത്തിന്റെ പുരാതനമായ പേര് തില്ലൈ എന്നും ക്ഷേത്രം തില്ലൈ നടരാജർ കോയിൽ എന്നും അറിയപ്പെട്ടിരുന്നു. തില്ലൈ മരങ്ങൾ ഇപ്പോൾ ചിദംബരത്തിൽ അധികം കാണാറില്ല. എന്നാൽ ചിദംബരത്തിന് കിഴക്ക് പിച്ചാവരം എന്ന പ്രദേശത്ത് ഈ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. പിന്നീട് ദൈവിക പരിവേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലത്തിന് ചിദംബരം എന്ന നാമം ലഭിച്ചത്. ചിത്ത്, അമ്പരം എന്നീ വാക്കുകൾ ജ്ഞാനത്തെയും ആകാശത്തെയും സൂചിപ്പിക്കുന്നതിനാൽ ഈ പ്രദേശത്തിന് ജ്ഞാനാകാശം എന്ന അർത്ഥവുമുണ്ട്. ക്ഷേത്രത്തിന്റെ ആരംഭഘട്ട നിർമ്മിതികൾ ആരാണ് നടത്തിയത് എന്നത് വ്യക്തമല്ല. എന്നാൽ ചേര, ചോള, പാണ്ഡ്യ, പല്ലവ, ചാലൂക്യ, വിജയനഗര രാജഭരണ കാലഘട്ടങ്ങളിൽ ക്ഷേത്രത്തിൽ പല നിർമ്മിതികളും നടക്കുകയും ക്ഷേത്രം വിപുലീകരിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രം ഏകദേശം 50 ഏക്കർ സ്ഥലത്തായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ക്ഷേത്രത്തിന്റെ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്നീ 4 വശങ്ങളിലും ഗംഭീരമായ രാജഗോപുരങ്ങൾ കാണാം. രാജഗോപുരത്തിന്റെ താഴെയുള്ള കവാടങ്ങൾക്ക് 40 അടിയോളം ഉയരമുണ്ട്. ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളിലും മറ്റും നിരവധി നടനമുദ്രകൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇതിൽ കിഴക്കേ ഗോപുരവാതിലിൽ കൊത്തിവെച്ചിരിക്കുന്ന ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന 108 നാട്യമുദ്രകൾ പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ചോള ഭരണകാലത്താണ് ഇത്തരം നിർമ്മിതികൾ നടന്നത്. വ്യാഘ്രപാദ മുനി ഇവിടെ ശിവനെ പൂജിച്ചിരുന്നതിനാൽ ഈ സ്ഥലത്തിന് വ്യാഘ്രപുരം, പുലിയൂർ എന്നീ പേരുകളുമുണ്ട്. ഇതുകൂടാതെ ഭൂലോക കൈലാസം, പുണ്ടരീകപുരം എന്നീ ചില പേരുകളിലും ചിദംബരം അറിയപ്പെടുന്നുണ്ട്. ഭഗവാനെ ഇവിടെ ചിദംബരനാഥൻ, പൊന്നമ്പലക്കൂത്തൻ, പൊന്നമ്പലനാഥൻ എന്നിങ്ങനെ നിരവധി നാമങ്ങളിൽ ആരാധിക്കപ്പെടുന്നു.
ചിദംബരം ക്ഷേത്രത്തിൽ 5 സഭകളുണ്ട്. അതിൽ ചിത് സഭ എന്നറിയപ്പെടുന്ന നടരാജ സന്നിധിയാണ് ഏറ്റവും പ്രധാനം. ചിത് സഭയോട് ചേർന്നാണ് കനകസഭ. ചിത് സഭയിലാണ് ഭഗവാൻ ആനന്ദ താണ്ഡവമാടുന്ന രൂപത്തിലുള്ള നടരാജമൂർത്തി പ്രതിഷ്ഠ. നടരാജ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത ഭഗവാനെ ഇവിടെ 3 രീതിയിലാണ് ആരാധിക്കുന്നത് എന്നതാണ്. അതായത് രൂപമായും, രൂപാരൂപമായും, അരൂപമായും അഥവാ രൂപമില്ലാതെയും ആരാധിക്കുന്നു. ഭഗവാന്റെ 3 ഭാവങ്ങളും ചിത്സഭയുടെ പ്രാധാന്യവുമെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കാം. ചിദംബരനാഥനെ രൂപത്തോടെ ആരാധിക്കുന്നതാണ് ഭഗവാൻ ആനന്ദ താണ്ഡവമാടുന്ന തെക്കോട്ട് ദർശനമായുള്ള നടരാജ വിഗ്രഹം. യമനെ ജയിച്ചതിനാലാണ് ശിവൻ ഇവിടെ തെക്കോട്ട് ദർശനമായിരിക്കുന്നത്. ഇവിടെ ഭഗവാന്റെ വലതുവശത്തുള്ള ഒരു കൈയിൽ ഡമരുവും മറ്റൊരു കൈയിൽ അഭയമുദ്രയും കാട്ടി ഇടതുഭാഗത്തെ ഒരു കൈയിൽ അഗ്നിയെ വഹിച്ചും അടുത്ത കൈ പാദത്തിനഭിമുഖമായി താഴ്ത്തിയിട്ട് വലത്തേക്കാൽ അസുരന്റെ മുതുകിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് ഇടത്തേക്കാൽ ഉയർത്തി തിരുജടകൾ 8 ദിക്കിലേക്കും വിരിച്ചുകൊണ്ട് സദാ ആനന്ദ നടനം ചെയ്യുന്ന ശിവഭഗവാനെ കാണാം. ഭഗവാന്റെ വലതുകാൽ ഊന്നിയിരിക്കുന്ന ഭാഗം പ്രപഞ്ചത്തിന്റെ മധ്യഭാഗം എന്നാണ് സങ്കല്പം. നടരാജമൂർത്തിയുടെ ഇടതുവശത്തായി പാർവതി ദേവിയുടെ പ്രതിഷ്ഠ കാണാം. ഭഗവാന്റെ നൃത്തം കണ്ടാസ്വദിക്കുന്ന ദേവി ഇവിടെ ശിവകാമ സുന്ദരിയായി അറിയപ്പെടുന്നു. രണ്ടാമത്തേത് ഭഗവാനെ രൂപാരൂപത്തിൽ ആരാധിക്കുന്ന സ്ഫടികലിംഗമാണ്. ചന്ദ്രമൗലീശ്വര ലിംഗം എന്നാണ് സ്ഫടികലിംഗത്തിന്റെ മറ്റൊരു നാമം. മൂന്നാമത്തേതാണ് പ്രശസ്തമായ ചിദംബര രഹസ്യം. അതായത് ഭഗവാനെ അരൂപിയായി ആരാധിക്കുകയാണിവിടെ. ചിത് സഭയിൽ സഭാനായകനായ നടരാജമൂർത്തിയുടെ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട്. അവിടെ തിരശീല നീക്കിയാൽ നമുക്ക് ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കില്ല. പകരം തങ്കത്താൽ തീർത്ത ഒരു വിൽവമാല അഥവാ കൂവളമാല കാണാം. തില്ലൈ ദീക്ഷിതർകൾ എന്നറിയപ്പെടുന്ന പൂജാരികൾ അവിടെ ശൂന്യതയ്ക്ക് ആരതി ഒഴിയും. ഇതിനർത്ഥം ഭഗവാൻ ഇവിടെ ആകാശ രൂപത്തിൽ വസിക്കുന്നു എന്നാണ്. ആകാശമെന്നത് രൂപമില്ലാത്തതും തൊടാൻ സാധിക്കാത്തതുമാണല്ലോ. അതുപോലെയാണ് ഇവിടെ ഭഗവാനും. ഭക്തരുടെ മനസ്സിൽ ഭഗവാനെ എങ്ങനെ ദർശിക്കാൻ സാധിക്കുമോ അതാണ് ഇവിടെ ഈശ്വരൻ. മനസ്സുകൊണ്ട് ശരിക്കും ഈശ്വരനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഭക്തന് അത് സാധ്യമാകുകയുള്ളൂ. അഖണ്ഡ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ ശൂന്യതയിൽ ആരാധിക്കുകയാണിവിടെ. അതാണ് ചിദംബര രഹസ്യം. മനുഷ്യ ശരീരത്തിൽ ഹൃദയം എപ്രകാരമാണ് അല്പം ഇടത്തോട്ട് സ്ഥിതി ചെയ്യുന്നുവോ അപ്രകാരമാണ് ചിദംബരം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലായ ചിത് സഭ എന്ന നടരാജ സന്നിധി സ്ഥിതി ചെയ്യുന്നത്. സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള 5 പടികൾ നമശിവായ എന്ന പഞ്ചാക്ഷരിയെ സൂചിപ്പിക്കുന്നു. ചിത് സഭയോട് ചേർന്നാണ് കനകസഭ. രണ്ടും ചേർന്ന് പൊന്നമ്പലം എന്നറിയപ്പെടുന്നു. പൊന്നമ്പലത്തിന് മുകളിൽ തങ്കത്താൽ പൊതിഞ്ഞ മേൽക്കൂര കാണാം. അവിടെ 9 കലശങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവ 9 ശക്തികളായി കരുതുന്നു. പൊന്നമ്പലത്തിന് മുകളിലുള്ള സ്വർണ്ണ മേൽക്കൂരയ്ക്കുമുണ്ട് പ്രത്യേകത. മരത്തിനാൽ നിർമ്മിതമായ ഈ മേൽക്കൂരയിൽ 21,600 സ്വർണ്ണ ഓടുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണ ഓടുകൾ പതിപ്പിച്ചു നിർത്താൻ 72,000 സ്വർണ്ണ ആണികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 21,600 എന്നത് ഒരു മനുഷ്യൻ ഒരു ദിവസം ശരാശരി നടത്തുന്ന ശ്വാസോച്ഛ്വാസമാണ്. 72,000 എന്നത് മനുഷ്യ ശരീരത്തിലെ 72,000 നാഡികളെ സൂചിപ്പിക്കുന്നു. കനകസഭയിലുള്ള 18 തൂണുകൾ 18 പുരാണങ്ങളെ സൂചിപ്പിക്കുന്നു. പൊന്നമ്പലത്തിലെ 64 തൂണുകൾ 64 കലകളെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, പഞ്ചഭൂതങ്ങൾ, 28 ആഗമങ്ങൾ, 18 പുരാണങ്ങൾ, 36 തത്വങ്ങൾ, 64 കലകൾ, 96 താത്വികങ്ങൾ എന്നിങ്ങനെ തത്വാർത്ഥങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന തിരുസന്നിധിയിൽ ഭഗവാൻ രൂപിയായും അരൂപിയായും രൂപാരൂപിയായും പാർവതി ദേവിയോടൊപ്പം ദർശനം നൽകുന്നു. ഭഗവാന്റെ തിരുനടനം ചിദംബരം ക്ഷേത്രത്തിൽ അരങ്ങേറിയതിനു പിന്നിലെ ഐതിഹ്യം ഇതാണ്. ഒരിക്കൽ തില്ലൈവനത്തിൽ പതാഞ്ജലി എന്നും വ്യാഘ്രപാദർ എന്നും പേരുകളുള്ള 2 മുനിമാർ താമസിച്ച് തിരുമൂലനാഥനായ ശിവനെ ആരാധിച്ചു വന്നിരുന്നു. പുലിയുടെ കാലുകളോടെയുള്ള മുനിവര്യനായിരുന്നു വ്യാഘ്രപാദർ. മഹാദേവൻ തന്നെയാണ് മഹർഷിക്ക് ശിവപൂജ ചെയ്യാനുള്ള പൂക്കളും മറ്റും ശേഖരിക്കാനുള്ള എളുപ്പത്തിനായി പുലിക്കാലുകൾ നൽകി അനുഗ്രഹിച്ചത്. ആദിശേഷന്റെ അവതാരമായിരുന്നു പതാഞ്ജലി മഹർഷി. 2 പേരും തീവ്ര ഭക്തിയോടെ ശിവപൂജ നടത്തി വന്നിരുന്നു. 2 പേർക്കും ഭഗവാന്റെ ആനന്ദ നടനം കാണണമെന്ന് അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നു. അവർ ഭഗവാനോട് തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു. തൈമാസത്തിലെ പൂയം നാളും പൗർണമിയും ഒത്തുവരുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആനന്ദ നടനം നടത്തും എന്ന് ഭഗവാൻ മഹർഷിമാരെ അറിയിച്ചു. ഈശ്വരൻ അരുളി ചെയ്ത ആ ദിവസത്തിനായി അവർ കാത്തിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി.
ബ്രഹ്മാവ്, വിഷ്ണു, ലക്ഷ്മി തുടങ്ങി എല്ലാ ദേവഗണങ്ങളും അവിടെ സന്നിഹിതരായി. കാത്തിരിപ്പിനൊടുവിൽ കരുണാമയനായ ഭഗവാൻ അത്യധികം പ്രകാശത്തോടെ ആദി പരാശക്തിയോടൊപ്പം ദർശനം നൽകി. കൈകളിൽ ഡമരുവും അഗ്നിയും വഹിച്ച് അഭയമുദ്രയോടെ തിരുജടകൾ എട്ടുദിക്കും വിരിച്ച് ഭഗവാൻ ആനന്ദ താണ്ഡവം നടത്തി. ചിദംബരം ക്ഷേത്രത്തിന്റെ തിരുസന്നിധിക്ക് ചുറ്റുമായി നർത്തന വിനായകർ, ലിംഗോദ്ഭവർ, സുബ്രഹ്മണ്യൻ, ഭിക്ഷാടനർ, കാലഭൈരവർ, ചന്ദ്രൻ, സൂര്യൻ എന്നിവരുടെ സന്നിധികൾ കാണാം. ബ്രഹ്മാവിനെയും ചണ്ഡികേശ്വരനെയും ഒരേ സന്നിധിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവ കാഴ്ചയും ഇവിടെയുണ്ട്. നടരാജ സന്നിധിക്ക് മുൻപിലുള്ള മണ്ഡപത്തിൽ നിന്നാൽ ഒരു വശത്ത് നടരാജനെയും മറുവശത്ത് കിഴക്ക് ദർശനമായി ഗോവിന്ദരാജ പെരുമാൾ എന്ന പേരിൽ വിഷ്ണു സന്നിധിയും കാണാം. ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇരു സന്നിധികളും നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത പല പ്രത്യേകതകളും ചിദംബരം ക്ഷേത്രത്തിനുണ്ട്. തില്ലൈ ക്ഷേത്രത്തിലെ പൂജാരിമാരെ ദീക്ഷിതർകൾ എന്നും തില്ലൈ വാഴും അന്തണർകൾ എന്നും അറിയപ്പെടുന്നു. ആരാണ് തില്ലൈ ദീക്ഷിതർകൾ? എന്തുകൊണ്ടാണ് അവർ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പൂജാരിമാരിൽ നിന്നും വ്യത്യസ്തരായിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു കഥയുണ്ട്. പതാഞ്ജലി മഹർഷിയുടെയും വ്യാഘ്രപാദ മുനിയുടെയും ആഗ്രഹമനുസരിച്ച് ചിദംബരത്ത് ഭഗവാൻ നടനമാടാനായി പ്രത്യക്ഷനായപ്പോൾ ഭഗവാനോടൊപ്പം കൈലാസത്തിൽ നിന്നും 3000 ഋഷിമാരും എത്തിയിരുന്നു. പിന്നീട് ഭഗവാൻ നേരിട്ട് തന്നെ അവരെ ക്ഷേത്രത്തിന്റെ ചുമതലകൾ ഏൽപ്പിക്കുകയും ഭഗവാന്റെ ആരാധനകൾ നടത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. 3000 ഋഷിമാരിൽ ഒരാൾ മഹാദേവൻ തന്നെയായിരുന്നു എന്നും ഒരു കഥയിൽ പറയുന്നുണ്ട്. വേദങ്ങളിലും യജ്ഞങ്ങളിലും പ്രത്യേക പ്രാവീണ്യം നേടിയ ഇവരെ തില്ലൈ 3000, തില്ലൈ അന്തണന്മാർ, തില്ലൈ ദീക്ഷിതന്മാർ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. ധർമ്മശാസ്ത്രത്തിൽ ശിവന് വേദവിധി പ്രകാരമാണ് പൂജ ചെയ്യേണ്ടതെന്നും ശിവപൂജയ്ക്ക് ശമ്പളം വാങ്ങരുതെന്നും വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ചിദംബരം ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ചോഴ രാജാക്കന്മാർ ശിവനെ തങ്ങളുടെ കുലദൈവമായി ആരാധിച്ചിരുന്നു. ചോഴകുല രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്നത് ചിദംബരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. മാത്രമല്ല, തിരുസന്നിധിയിലേക്കുള്ള പഞ്ചാക്ഷരിപ്പടിയിൽ വെച്ച് നടക്കുന്ന കിരീടധാരണ ചടങ്ങിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്നത് ചിദംബരത്തെ ദീക്ഷിതന്മാരായിരുന്നു. ചിദംബരം ക്ഷേത്രത്തിൽ നാൽവർ എന്നറിയപ്പെടുന്ന ശൈവ സന്യാസിമാരായ അപ്പർ, സുന്ദരർ, തിരുஞான സംബന്ധർ, മാണിക്യവാസകർ എന്നിവർ ഭഗവാനെ നമസ്കരിച്ച് പതികങ്ങൾ പാടിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 5 സഭകളുണ്ട്. ചിത് സഭ, കനകസഭ, ദേവസഭ, രാജസഭ, നൃത്തസഭ എന്നിവയാണവ. ഓരോ സഭയ്ക്കും ഓരോ പ്രാധാന്യവുമുണ്ട്. നടരാജ ഭഗവാൻ നിതാന്ത താണ്ഡവമാടുന്ന ചിത് സഭയാണ് ഏറ്റവും പ്രധാനം. നൃത്തസഭയിലാണ് ഭഗവാൻ ഊർധ്വ താണ്ഡവമാടിയത്. ഭഗവാന്റെ പ്രത്യേക രീതിയിലുള്ള നൃത്തമാണ് ഊർധ്വ താണ്ഡവം. ഒരിക്കൽ പാർവതീദേവിയും മഹാദേവനും തമ്മിൽ നൃത്തമത്സരം നടക്കുകയുണ്ടായി. രണ്ടുപേരും ഒരുപോലെ നൃത്തം കളിച്ചുകൊണ്ടിരിക്കെ ഭഗവാന്റെ വലതു ചെവിയിൽ അണിഞ്ഞിരുന്ന കുണ്ടലം ഊരി താഴെ വീണു. ഭഗവാൻ അത് വലത് കാൽ ഉപയോഗിച്ച് വീണ്ടും എടുത്തണിയുകയും ആ കാൽ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഒരു ലീലാവിലാസമായും ഇതിനെ കണക്കാക്കുന്നു. ഭഗവാന്റെ ഈ നൃത്തത്തെ ഊർധ്വ താണ്ഡവം എന്നറിയപ്പെടുന്നു. പൊതുസഭയിൽ ഇപ്രകാരം ഭഗവാനെ പോലെ കാലുയർത്തി നൃത്തം ചെയ്യാൻ വിമുഖത കാട്ടിയ ദേവി പരാജയം സമ്മതിച്ചു. കോപിഷ്ഠയായ ദേവി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ചിദംബരത്തിന്റെ അതിർത്തിയിലെത്തി തില്ലൈ കാളിയമ്മൻ എന്ന പേരിൽ കുടിയിരുന്നു. ചിദംബരം നടരാജ ക്ഷേത്രം സന്ദർശിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് തില്ലൈ കാളിയമ്മൻ ക്ഷേത്രം. നടരാജ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് തില്ലൈ കാളിയമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോപിതയായ ദേവിയെ ബ്രഹ്മാവ് ഇവിടെ വന്ന് സമാധാനിപ്പിക്കുകയും ദേവിയെ സ്തുതിച്ച് പാടുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ രൗദ്രരൂപത്തിലും ശാന്തരൂപത്തിലും ദേവിയെ കാണാം. ബ്രഹ്മാവ് ദേവിയെ ഇവിടെ വേദനായകിയായി ആരാധിച്ചതിനാൽ ദേവി ഇവിടെ ബ്രഹ്മാവിനെ പോലെ 4 മുഖങ്ങളോടെ പ്രത്യക്ഷയാകുകയും ബ്രഹ്മചാമുണ്ടേശ്വരി എന്നറിയപ്പെടുകയും ചെയ്തു. ഈ ക്ഷേത്രം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 8:30 വരെയുമാണ് തുറന്നിരിക്കുന്നത്. ചിദംബരം നടരാജ ക്ഷേത്രത്തിന് ചുറ്റുമായി 10 തീർത്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ശിവഗംഗാ തീർത്ഥമാണ്. ശിവഗംഗാ തീർത്ഥത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി ശിവകാമസുന്ദരി എന്ന പേരിൽ പാർവതി ദേവിക്ക് പ്രത്യേക സന്നിധിയുണ്ട്. ചിദംബരം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടെ മൂലവരായിരിക്കുന്ന നടരാജസ്വാമി തന്നെയാണ് ഉത്സവരും. അതായത് പ്രധാന പ്രതിഷ്ഠയായ നടരാജ വിഗ്രഹം തന്നെയാണ് വർഷത്തിൽ നടക്കുന്ന പ്രധാന ഉത്സവ ദിവസം ഉത്സവമൂർത്തിയായി വീതിയിൽ എഴുന്നള്ളിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ തമിഴിലെ ആണിമാസം എന്നറിയപ്പെടുന്ന
ആണി തിരുമഞ്ജനവുമായി ബന്ധപ്പെട്ട് 10 ദിവസം ഉത്സവമുണ്ടാകും. 9ാമത്തെ ദിവസം നടരാജസ്വാമിയും ശിവകാമി അമ്മനും വിനായകൻ, സുബ്രഹ്മണ്യൻ, ചണ്ഡികേശ്വരൻ എന്നിവർക്കൊപ്പം 5 തേരുകളിൽ വീഥികളിൽ വലം വെച്ചു വരും. ക്ഷേത്രത്തിൽ എത്തി സ്വാമി ദർശനം നടത്താൻ സാധിക്കാത്തവർക്ക് ഭഗവാനെ ദർശിക്കാനുള്ള ഒരവസരം കൂടിയാണിത്. പൊതുവെ പ്രധാന പ്രതിഷ്ഠയായ മൂലവർ വിഗ്രഹം വെളിയിൽ എഴുന്നള്ളിക്കാറില്ല. എന്നാൽ ഭഗവാൻ നേരിട്ട് ഭക്തരെ ദർശിക്കാൻ എത്തുന്നത് ചിദംബരം ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. വീഥിയിൽ വലം വെച്ചു വന്നതിന് ശേഷം നടരാജസ്വാമിയെയും ശിവകാമി അമ്മനെയും 1000 മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് തിരുവാഭരണം ചാർത്തി അർച്ചനയും പൂജകളും അർപ്പിച്ച് ചിത്സഭയിലേക്ക് എഴുന്നള്ളിക്കും. അതിനുശേഷം ദീപാരാധന നടത്തി പട്ടാഭിഷേകം നടത്തി ഉത്സവത്തിന് കൊടിയിറങ്ങും. 2ാമത്തെ പ്രധാന ഉത്സവം മാർഗഴി മാസം, അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ തിരുവാതിര നക്ഷത്രത്തിന് മുൻപ് 10 ദിവസം നടക്കുന്ന ഉത്സവമാണ്. ചുറ്റമ്പല വഴികളിൽ അനേകം സന്നിധാനങ്ങളുണ്ട്. കാലസംഹാരമൂർത്തി, ഊർധ്വതാണ്ഡവമൂർത്തി, ശരഭേശ്വര സന്നിധാനം, ലക്ഷ്മി സന്നിധി, ദണ്ഡായുധപാണി സന്നിധി, ഇങ്ങനെ നിരവധി സന്നിധികൾ കാണാം. ചിദംബരം ക്ഷേത്രത്തിൽ ദിവസവും 6 കാല പൂജകളാണ് നടക്കുന്നത്. രാവിലെ 6 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെയുമാണ് ദർശന സമയം. രാവിലെ 6:30 നടക്കുന്ന പാൽ നിവേദ്യത്തോടെ ആരംഭിക്കുന്ന പൂജകൾ കൃത്യമായ ഇടവേളകളിൽ രാത്രി 10 മണിക്ക് നടക്കുന്ന അർദ്ധജാമ പൂജയോടെ സമാപിക്കും. എത്രയെത്ര മഹാക്ഷേത്രങ്ങളാണ് ഭാരതത്തിലുള്ളത്. ഓരോ ക്ഷേത്രത്തിന്റെയും പ്രത്യേകതകളും ഐതിഹ്യവും ചരിത്രവും ഒക്കെ നമ്മളെ അമ്പരപ്പിക്കുന്നവയാണ്. ചിദംബരം നടരാജ ക്ഷേത്രവും അതിനുത്തമ ഉദാഹരണമാണ്. നിതാന്ത നടനമാടുന്ന നടരാജമൂർത്തിയെ കൺകുളിർക്കെ കാണുന്ന ഓരോ നിമിഷവും അവസാനിക്കാതിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകാറുണ്ട്. വെറും ഒരു ക്ഷേത്ര ദർശനം എന്നതിലുപരി ഭഗവാനിൽ സ്വയം സമർപ്പിച്ച് ആ തിരുമുന്നിൽ നിൽക്കുന്ന ഏതൊരാൾക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടായേക്കാം. മോക്ഷമാർഗം തേടിയുള്ള യാത്രയിൽ ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രമാണ് ചിദംബരം നടരാജ ക്ഷേത്രം.